രാജ്യത്തെ ബാങ്കിംഗ് രംഗത്ത് പുതിയ മുന്നേറ്റങ്ങൾ ലക്ഷ്യമിട്ട് ഫെഡറൽ ബാങ്ക് ബിസിനസ് വലിപ്പം, വിപണി മൂല്യം, ലാഭക്ഷമത എന്നിവയിൽ ഗണ്യമായ വളർച്ച കൈവരിച്ച് ഇന്ത്യയിലെ മുൻനിര സ്വകാര്യ ബാങ്കുകളുടെ ബിഗ് ലീഗിലേക്ക് കടക്കുകയാണ് ബാങ്കിന്റെ ലക്ഷ്യം. ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ KVS മണിയനാണ്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ 3 പതിറ്റാണ്ടോളം പ്രവർത്തിച്ച ഒരു നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനി രാജ്യത്തെ മുൻനിര ബാങ്കുകളിൽ ഒന്നാക്കി മാറ്റിയ അനുഭവ സമ്പത്തുമായാണ് KVS മണിയൻ ഫെഡറൽ ബാങ്കിന്റെ സാരഥിയിലെത്തിയത്. 2024 സെപ്റ്റംബറിൽ ചുമതലയേറ്റ അദ്ദേഹം ധനം മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ കാഴ്ചപ്പാടുകളും ഭാവി പദ്ധതികളും വിശദീകരിച്ചു. 14 വർഷം ബാങ്കിനെ നയിച്ച എന്റെ മുൻഗാമിയായ ശ്യാം ശ്രീനിവാസൻ ബാങ്കിന് ഒരു ദേശീയ സ്വഭാവം നൽകി. KVS മണിയൻ ഇങ്ങനെ പറഞ്ഞു: അദ്ദേഹം തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടരും, എന്നാൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും മടിക്കില്ല. ഫെഡറൽ ബാങ്കിന്റെ ചരിത്രത്തിലെ അടുത്ത അധ്യായം കുറിക്കാനുള്ള ശ്രമത്തിലാണ് താനെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാങ്കിന് പരിഹരിക്കാൻ പ്രശ്നങ്ങളില്ല, മികച്ച ടീമും ബിസിനസ്സും ഉണ്ട്. ഈ കരുത്തുള്ള അടിത്തറയിൽ നിന്ന് ബാങ്കിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ 5ാമത്തെ വലിയ സ്വകാര്യ ബാങ്കായി മാറാൻ ഫെഡറൽ ബാങ്കിന് സാധിക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു. ഫെഡറൽ ബാങ്കിന്റെ 1589 ശാഖകളിൽ ഏതാണ്ട് 600 എണ്ണം കേരളത്തിലാണുള്ളത്. ഇത് മൊത്തം ശാഖകളുടെ 40% വരും. എന്നാൽ ബാങ്കിന്റെ മൊത്തം ബിസിനസിന്റെ 60% കേരളത്തിൽ നിന്നാണ്. ഈ ശക്തമായ കേരള സാന്നിധ്യം ബാങ്കിന്റെ വലിയൊരു മുതൽക്കൂട്ടാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വർണ്ണ വായ്പാ രംഗത്ത് സ്വകാര്യ ബാങ്കുകൾക്കിടയിൽ ഫെഡറൽ ബാങ്ക് മുൻപന്തിയിലാണ്. വായ്പ വിതരണത്തിൽ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് വായ്പകളിൽ ചില വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. കോർപ്പറേറ്റുകൾ ഫണ്ടിനായി ബോണ്ടുകളെ ആശ്രയിക്കുന്നതും സ്വന്തം റിസർവ് ഫണ്ട് ഉപയോഗിക്കുന്നതും ഓഹരി വിപണിയിൽ നിന്ന് പണം സമാഹരിക്കുന്നതുമാണ് ഇതിന് കാരണം. എങ്കിലും റീറ്റെയിൽ വായ്പകളിലെ വർധനവ് ഈ കുറവ് നികത്താൻ സഹായിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മൈക്രോ ഫിനാൻസ്, ഈടില്ലാത്ത റീറ്റെയിൽ വായ്പകൾ തുടങ്ങിയവയിൽ സമ്മർദ്ദം പ്രകടമാണ്. അതേസമയം സ്വർണ്ണ വായ്പ, കാർ ഫിനാൻസ്, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ മേഖലകളിലെ വലിയ വളർച്ചാ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിക്ഷേപ മാർക്കറ്റിലെ FD പോലുള്ള ടേം ഡെപ്പോസിറ്റുകൾക്ക് മറ്റ് നിക്ഷേപ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കടുത്ത വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് KVS മണിയൻ വിലയിരുത്തി. എങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ടേം ഡെപ്പോസിറ്റുകൾ സുരക്ഷിതമായ നിക്ഷേപമായി തുടരും. മുതിർന്ന പൗരന്മാർ പണം ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ യുവതലമുറയുടെ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും മൊത്തത്തിൽ നിക്ഷേപത്തിൽ വളർച്ച ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാങ്കിന്റെ വളർച്ചയ്ക്കായി പ്രധാനമായും 3 തന്ത്രങ്ങളാണ് മണിയൻ ആവിഷ്കരിക്കുന്നത്. ബാങ്കിന്റെ മൊത്തം നിക്ഷേപത്തിന്റെ വെറും 6% മാത്രമാണ് കറന്റ് അക്കൗണ്ടുകളിൽ നിന്നുള്ളത്. ഇത് വർദ്ധിപ്പിക്കാൻ ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾക്ക് ഊന്നൽ നൽകും. ഇതുവഴി CSA അനുപാതം കൂട്ടി ബാങ്കിന്റെ ചെലവ് കുറയ്ക്കാൻ സാധിക്കും. സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ ബാങ്ക് ശ്രമിക്കും. പുതിയ തന്ത്രത്തിന്റെ ഭാഗമായി ഇക്വിറൻസ് വെൽത്തുമായുള്ള സഹകരണം പുനഃക്രമീകരിക്കും. ഈ വിഭാഗത്തിലുള്ള സ്ഥാപനങ്ങളുടെ സമ്പൂർണ്ണ ബാങ്കിംഗ് പങ്കാളിയായി മാറാൻ ഫെഡറൽ ബാങ്ക് ലക്ഷ്യമിടുന്നു. കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ പണം അയക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം വർദ്ധിച്ചത് NRI ബിസിനസ് ഗുണകരമായി. കഴിഞ്ഞ വർഷം ബാങ്കിന്റെ NRI നിക്ഷേപം 12% വർദ്ധിച്ചു. രൂപയുടെ മൂല്യം കുറഞ്ഞതും വിദേശ നാണ്യ വരുമാനം വർദ്ധിപ്പിച്ചു. കാർഡ് വിഭാഗവും അക്കൗണ്ട് ഓപ്പണിംഗും ഉൾപ്പെടെ ബാങ്കിന്റെ മിക്ക പ്രവർത്തനങ്ങളും ഇപ്പോൾ ഡിജിറ്റലാണ്. വിശ്വാസത്തിലും വ്യക്തിബന്ധത്തിലും ഊന്നിയ ബാങ്കിംഗ് സേവനങ്ങളിൽ മാനുഷിക സ്പർശം പ്രധാനമാണ്. എന്നിരുന്നാലും ബാങ്കിന്റെ ആഭ്യന്തര പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ Gen AI ചാറ്റ്ബോട്ട് ഉടൻ പുറത്തിറങ്ങും. ഇത് ജീവനക്കാർക്ക് ഉൽപ്പന്നങ്ങളെയും പ്രോസസ്സുകളെയും കുറിച്ച് അപ്പോൾ സംശയങ്ങൾ തീർക്കാൻ സഹായിക്കും. കൂടാതെ ഉപഭോക്താക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ക്രെഡിറ്റ് നോട്ടുകൾ തയ്യാറാക്കാനും AI ഉപയോഗിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ജോലി സമ്മർദ്ദം ഒരു സാധാരണ കാര്യമാണെങ്കിലും ജോലി ആസ്വദിച്ച് ചെയ്യുന്നതിലൂടെ അതൊരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. സ്വകാര്യ ബാങ്കിംഗ് മേഖലയിൽ 20 മുതൽ 30% കൊഴിഞ്ഞുപോക്ക് നിരക്കുള്ളപ്പോൾ ഫെഡറൽ ബാങ്കിന്റേത് 2 മുതൽ 3% മാത്രമാണ്. ജീവനക്കാർക്ക് ഇടപാടുകാരുമായി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഓപ്പറേഷൻ ഉഡാൻ പോലുള്ള പുതിയ പദ്ധതികൾ ബാങ്ക് നടപ്പാക്കി വരുന്നുണ്ട്. ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റുമോ എന്ന ചോദ്യത്തിന് അത്തരത്തിലുള്ള പദ്ധതിയില്ലെന്ന് KVS മണിയൻ വ്യക്തമാക്കി. ബാങ്കിന്റെ പല പ്രവർത്തനങ്ങളും മുംബൈ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. എങ്കിലും കൊച്ചി മനോഹരമായ സ്ഥലമാണ്, കേരളത്തിൽ നിന്ന് മാറാൻ പദ്ധതിയില്ല. അദ്ദേഹം തന്റെ സമയത്തിന്റെ 50% ഇവിടെയാണ് ചെലവഴിക്കുന്നത്. കേരളം ഒരു അതുല്യമായ പ്രദേശമാണെന്നും ഗ്രാമീണ മേഖലകൾ പോലും അർബൻ പ്രദേശങ്ങളെ പോലെ വികസിപ്പിച്ചിട്ടുണ്ടെന്നും മണിയൻ ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ മറ്റൊരു ബാങ്കിനും അവകാശപ്പെടാനില്ലാത്തത്ര വലിയ വിപണി വിഹിതം ഫെഡറൽ ബാങ്കിന് കേരളത്തിലുണ്ട്. ടെക്നോളജി, സർവീസ് ഇൻഡസ്ട്രി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന് ഇനിയും വലിയ സാധ്യതകൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓഹരി നിക്ഷേപം അടക്കമുള്ള സാമ്പത്തിക ഇടപാടുകളിൽ മലയാളികളുടെ പങ്കാളിത്തം വർദ്ധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂട്ടായ പ്രവർത്തനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ് താനെന്ന് മണിയൻ വ്യക്തമാക്കി. വ്യക്തിഗത മികവിനേക്കാൾ ടീം വർക്കിനാണ് പ്രാധാന്യം നൽകുന്നത്. കൂടാതെ മാനേജർമാർ സാധാരണ ജീവനക്കാരിൽ നിന്ന് പോലും അസാധാരണമായ ഔട്ട്പുട്ട് സൃഷ്ടിക്കാൻ ശ്രദ്ധിക്കണം. ഒരു ബിസിനസ് രംഗത്തുള്ളവർ AAA മനോഭാവമാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നിൽ വരുന്ന ഏതൊരു സാഹചര്യവും ഉപയോഗപ്പെടുത്താൻ വഴക്കമുള്ളവരാകണം. ശരിയായ സമയത്ത് ശരിയായ കാര്യം ചെയ്യണം. സദാ ജാഗരൂകരായിരിക്കുകയും വേണം.